ഹായ്, എല്ലാവർക്കും സലു കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ സമീറ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വെറും 3 ഇൻഗ്രീഡിയൻസ് കൊണ്ടുള്ള ഐസ്ക്രീമാണ്. അപ്പൊ നമുക്ക് ഈ ഐസ്ക്രീം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഈ ഒരു പിസ്ത ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 3 ഇൻഗ്രീഡിയൻസ് ആണ് ഉപയോഗിക്കുന്നത്. 250 ml ഫ്രഷ് ക്രീം ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം. പിന്നെ മധുരത്തിന് വേണ്ടിയിട്ട് നമ്മൾ കണ്ടൻസ്ഡ് മിൽക്കാണ് ഉപയോഗിക്കുന്നത്. 200 ഗ്രാമിൻ്റെ കണ്ടൻസ്ഡ് മിൽക്ക് മതിയാകും. ഫ്രഷ് പിസ്തയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഇതൊന്ന് അരച്ചിട്ടാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ പിസ്ത സിറപ്പ് നമുക്ക് വാങ്ങാൻ കിട്ടും. ഇതൊരു 2-3 ഡ്രോപ്പ് നമ്മൾ മിക്സ് ചെയ്യുന്നതിൽ ഇട്ടാൽ മതിയാകും. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഒരു ബൗൾ എടുത്തിട്ട് ഇതിലേക്ക് ഞാൻ ഈ എടുത്തു വെച്ചിരിക്കുന്ന ഫ്രഷ് ക്രീമും കണ്ടൻസ്ഡ് മിൽക്കും ഇട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇലക്ട്രിക് ബീറ്റർ കൊണ്ട് ബീറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി ഇതിലേക്ക് ഞാൻ 2 ഡ്രോപ്പ് പിസ്ത സിറപ്പ് ഇട്ട് കൊടുക്കുകയാണ്. അതും കൂടി വെച്ച് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ പിസ്ത സിറപ്പിന് പകരം നിങ്ങൾക്ക് പിസ്ത അരച്ച് വേണമെങ്കിലും ചേർക്കാം. ഇതിവിടെ എല്ലാം കൂട്ടിയിട്ട് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു കണ്ടെയ്നർ എടുത്തിട്ട് ഇതിലേക്ക് ഞാൻ ഈ കൂട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു പ്ലാസ്റ്റിക് റാപ്പ് കൊണ്ട് ഞാനിത് ഒന്ന് കവർ ചെയ്യാണ്. ഇത് ഇങ്ങനെ കവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിൽ ഐസ് പിടിക്കാതിരിക്കാനും പിന്നെ അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് ഇളക്കിയെടുക്കാനും സാധിക്കും ഇങ്ങനെ ചെയ്താൽ. ഈ കണ്ടെയ്നർ ഞാൻ മൂടിയിട്ട് ഇനി ഇത് ഫ്രീസറിൽ വെക്കുകയാണ്. മിനിമം 3-4 മണിക്കൂറെങ്കിലും വേണം ഇത് സെറ്റ് ആവാനായിട്ട്. എപ്പോഴും ഓവർനൈറ്റ് വെക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഇത് ഞാൻ ഫ്രീസറിൽ നിന്ന് എടുത്ത കണ്ടെയ്നറാണ്. ഇനി ഇതിനുള്ളിൽ വച്ചിരിക്കുന്ന ഈ പ്ലാസ്റ്റിക് റാപ്പ് ഞാൻ മാറ്റിയിട്ട് ഇത് പെട്ടെന്ന് ഇളകി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു കണ്ടെയ്നറിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒന്ന് ഇറക്കി വെക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇത് ഇളക്കിയെടുക്കാൻ സാധിക്കും. ഇനി ഞാനിതൊരു സെർവിങ് ഡിഷ് എടുത്ത് അതിലേക്ക് ഇതൊന്ന് ട്രാൻസ്ഫർ ചെയ്തിട്ട് ഇത് നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്ത് എടുക്കാം. ഇവിടെ കുറച്ച് പിസ്ത സ്ലൈസ് ചെയ്തത് വെച്ച് ഗാർണിഷ് ചെയ്യാണ്. അതുപോലെ തന്നെ കുറച്ച് സിൽവർ ബോൾസും കുറച്ച് ഈ കളർ ബോൾസ് ഇതെല്ലാം എഡിബിളാണ് കേട്ടോ. ഇതൊക്കെ വെച്ച് നമുക്കിഷ്ടമുള്ള രീതിയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഗാർണിഷ് ചെയ്ത് നമുക്കിത് കുട്ടികൾക്കൊക്കെ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പിസ്ത ഐസ്ക്രീം നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്കിത് ഇഷ്ടമാണെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അതുപോലെ തന്നെ സലു കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഈസി റെസിപ്പികൾക്കായി സലു കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.